ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തുമ്പോഴാകട്ടെ. എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് റിറ്റോ. ഞാൻ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി ആണുള്ളത്. ഒരു സാധാരണ ഒരു സമുദായ സഭയിൽ ജനിച്ചു വളർന്ന എന്നെ 3 വർഷം മുമ്പ് നമ്മുടെ കർത്താവായ ഏറ്റവും വലിയവനായ ദൈവത്തെ രുചിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു. ഒരു ദിവസത്തെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ, ദൈവമായി കൂടുതൽ അടുപ്പമൊന്നുമില്ലാത്ത എന്നെ, സാധാരണ ക്രിസ്ത്യാനി എന്ന് വെളിപ്പേര് മാത്രമുണ്ടായിരുന്ന എന്നെ, എന്നാൽ സത്യദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ക്രിസ്തു എന്നാൽ എന്താണ്, അവൻ്റെ സ്നേഹം എത്ര വലിയ മാത്രമാണെന്ന് അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു. 3 വർഷം മുമ്പ് കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും വലിയ സ്നേഹവും എൻ്റെ ജീവിതത്തിലേക്ക് തേടി വന്നു. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ഒരു വ്യക്തി പോലും ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒരു ഭാഗം മുമ്പേ നമ്മെ അറിഞ്ഞൊരു കർത്താവുണ്ട്. നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ, രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം എന്തെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നിത്യനരകം അവകാശമാക്കേണ്ട ഞാൻ ഒരു വലിയ നിത്യത എനിക്ക് ദൈവം ദാനമായി നൽകി തന്നു. കർത്താവിനുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ലോകപരമായി ജീവിച്ചിരുന്നു എങ്കിൽ എൻ്റെ അവസ്ഥ എന്തുമാത്രമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ആദ്യം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവത്തോട് കൂടെ നടക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ പാപം എന്ന ഒരു വസ്തു ദൈവവുമായി മനുഷ്യനെ അകറ്റിക്കളഞ്ഞെങ്കിലും കർത്താവ് നമ്മളെ വെറുക്കാനോ ദൈവം നമ്മെ തള്ളിക്കളയുവാനോ ഇടയാക്കാതെ സ്വന്തം പുത്രനെ അവൻ ഈ ലോകത്തിലേക്ക് അയച്ചു നമ്മളെ വീണ്ടെടുത്തു. കർത്താവിൻ്റെ വലിയ സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഒരിക്കലും ഒന്നിനാലും നൽകാൻ കഴിയാത്ത സ്നേഹമാണ്. ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും തള്ളാത്ത, ഒരുപക്ഷെ അപ്പൻ, അമ്മ, മക്കൾ, അങ്ങനെ പലരും നമ്മളെ തള്ളിയേക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല വ്യക്തികളും നമ്മൾ ആശ്രയിച്ചാലും നമുക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടിയില്ല എന്ന് വന്നേക്കാം. അവരൊക്കെ നമ്മെ തള്ളും. എന്നാൽ തള്ളാത്ത ഒരേ ഒരാളെ ഈ ലോകത്തിലുള്ളൂ. അത് നമുക്ക് വേണ്ടി മരിച്ച് 3ാം നാൾ ഉയർത്തുന്നേരിക്കുന്ന, ഇന്നും ജീവിക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവാണ്. എൻ്റെ ജീവിതത്തിലും ഒരു വലിയ അത്ഭുത സാക്ഷിയുമായാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ എന്നെ അറിയില്ലായിരിക്കാം. പക്ഷെ എന്നെ നന്നായി അറിഞ്ഞ ഒരു കർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടും സന്തോഷത്തോടും ഇടുന്ന എൻ്റെ മാതാപിതാക്കൾക്ക്, അവർക്ക് അവരുടെ കാതിൽ അല്പസമയം കഴിഞ്ഞ് കേൾക്കുവാൻ ഇടയായത്, ഒരു രോഗം എന്നെ പിടിപെട്ടിരിക്കുന്നു, അത് മരണാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും ഇരുന്ന് അവർക്ക് അവരുടെ സന്തോഷത്തെ കെടുത്തുന്നതായിരുന്നു ആ വാർത്ത. അവരെന്ത് ചെയ്യണമെന്ന് മാറി മാറി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴും വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും എല്ലാം തള്ളി, ഈ കുഞ്ഞിന് ഇനി ഒരിക്കലും ജീവനുണ്ടാകുകയില്ല. എനിക്ക് വേണ്ടി അവർ ആദ്യമായി വാങ്ങിയ ഉടുപ്പുകളും മറ്റു വസ്തുക്കളും എല്ലാം കളയുവാൻ വരെ എത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ക്രിസ്തുവിലേക്ക് എന്നെ ഏൽപ്പിച്ചു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുഞ്ഞിന് മരിക്കുവാൻ ഇടവരരുതേ, ഒരു രോഗം പോലും പിടിവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, മറുപടി അയക്കുന്ന കർത്താവ് വൈകാതെ ഉടനെ തന്നെ എൻ്റെ രോഗങ്ങളെ മാറ്റി എനിക്ക് ഈ 18 വയസ്സ് വരെയും ജീവിക്കുവാൻ ദൈവം കൃപ നൽകി. നമ്മുടെ ജീവിതത്തിലായാലും പ്രതീക്ഷകൾ നശിക്കുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കുന്ന പല വ്യക്തികൾ, നമ്മൾ പ്രത്യാശ വെക്കുന്ന പല വ്യക്തികൾ നമ്മെ കൈവിട്ടേക്കാം. എന്നാലും ഒരിക്കലും കൈവിടാത്ത കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വ്യക്തികൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരായിരിക്കാം. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ പോലും അല്ലായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിപ്പാൻ, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അത് കർത്താവാണ്. ആ കർത്താവിലേക്ക് വന്നാൽ നിങ്ങളെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നിങ്ങളെ മാനിക്കും. ഈ ലോകം ഒരുപക്ഷെ നിങ്ങൾക്ക് തരാൻ കഴിയുന്നതിനേക്കാൾ ഏറ്റവും ഉപരിയായ ആത്മീയ സന്തോഷം നിങ്ങൾക്ക് നൽകും. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നടക്കാമെന്ന് പറയുന്ന പല വ്യക്തികളും കൈവിട്ടേക്കാം. എന്നാൽ അവരെ പോലെ തള്ളാതെ നിങ്ങൾക്ക് വേണ്ടത് എന്ത് എന്ന് അറിഞ്ഞ് നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ആ കർത്താവിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതര മതസ്ഥരോ, പേരുകൊണ്ടൊരു ക്രിസ്ത്യാനിയോ, അല്ലെങ്കിൽ ഏത് മനുഷ്യരാവട്ടെ, കർത്താവിന് അതൊന്നും ഒരു വിഷയമില്ല. നിങ്ങളുടെ ഉള്ളം കർത്താവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ നിത്യനരകത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ ആ നിത്യത നിങ്ങൾക്ക് കൈവശമാക്കി തരും. ആ നിത്യജീവൻ നിങ്ങൾക്ക് ദാനമായി നൽകും. കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ സ്വഭാവമോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യമോ ഒന്നുമല്ല. കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ ഉള്ളത്തെയാണ്. ആ ഉള്ളൻ, ആ ജീവൻ, നിങ്ങളുടെ ആ സ്നേഹം കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ അവൻ നിങ്ങളെ മാനിക്കും. ഒരുപക്ഷെ
ആ 18 വർഷം മുമ്പ് കർത്താവ് പ്രവർത്തിക്കാതിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ പറയുന്ന ഞാൻ ഇല്ലായിരുന്നു. ആ ലോകശാസ്ത്രം വിധി എഴുതിയ, വൈദ്യശാസ്ത്രങ്ങൾ വിധി എഴുതിയ, പല ഡോക്ടർമാർ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞ ഈ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞ എന്നെ ദൈവം വീണ്ടെടുത്തുവെങ്കിൽ, ദൈവം ജീവിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടിവിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗസ്ഥനായ കർത്താവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരും. അതിനാൽ നിങ്ങളുടെ ജീവൻ കർത്താവിന് കൊടുക്കുക, നിങ്ങളുടെ ഉള്ളം കർത്താവിലേക്ക് കൊടുക്കുക. അവൻ നിങ്ങളെ കാക്കും, അവൻ നിങ്ങളെ മാനിക്കും, അവൻ നിങ്ങളെ നിത്യജീവൻ നൽകി അവൻ ആദരിക്കും. ജീവന്റെ ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത എനിക്ക് ജീവൻ തന്ന കർത്താവ് ഇന്നേക്ക് 3 വർഷം മുമ്പ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും വിശ്വാസ സ്നാനം സ്വീകരിപ്പാനും എനിക്ക് ദൈവം വലിയ ഭാഗ്യം തന്നു. അതേപോലെ എൻ്റെ ചേച്ചി മാത്രമേ ഇന്നെൻ്റെ കൂടെ വിശ്വാസത്തിലുള്ളൂ. ഞാൻ പുല്ലൂർ സെൻട്രലിലെ അരിപ്ലാഴ്ച IPC ബർഷബയിലാണ് ആരാധനയ്ക്ക് കൂടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്നുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. നിങ്ങൾക്കും ഈ ഏറ്റവും വലിയ സമ്പത്തായ നിത്യജീവൻ അവകാശമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.